കേരളത്തിൽ ബിജെപിക്ക് അനുകൂല വിധിയെഴുത്തുണ്ടാകുമെന്ന് ആറ്റിങ്ങൽ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വികസനം താരതമ്യം ചെയ്യാനുള്ള അവസരമായി മാറിയെന്നും മുരളീധരൻ പറഞ്ഞു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നത് വെറും വാക്കല്ലെന്നും നടപ്പിലാക്കുന്ന വാക്കാണെന്നും വി മുരളീധരൻ ജനം ടിവിയോട് വ്യക്തമാക്കി. ആറ്റിങ്ങൽ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിലെത്തിയത്. ആ കാട്ടാക്കടയിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മുരളീധരൻ, കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിലെത്തിയത്. വലിയൊരു ആഘോഷമാക്കിയാണ് കാട്ടാക്കട നിവാസികൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. എത്രത്തോളം അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു പ്രധാനമന്ത്രിയുടെ വരവും? അതുപോലെ തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പറയുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള അവരുടെ ബോധ്യം അത് കൂടുതൽ ശക്തമാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, താരതമ്യം ചെയ്യാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. കേരളം ഭരിക്കുന്ന സർക്കാർ, മുൻകാലങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ, നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ, ഇത് മൂന്നും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഒരു അവസരം കൂടി ജനങ്ങൾക്ക് ലഭിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബിജെപിക്കും ഏറെ പ്രയോജനം ചെയ്യും. സാധാരണ പ്രധാനമന്ത്രി വരുമ്പം ഈ നഗരപ്രദേശങ്ങളിലാണ് സന്ദർശനമെങ്കിൽ ഇതൊരു തിരുവനന്തപുരത്തിന്റെ റൂറൽ മേഖല എന്ന് പറയാം, കാട്ടാക്കട, അവിടെയാണ് ഈ സന്ദർശനം എത്തിയിരിക്കുന്നത്. വളരെയേറെ ജനങ്ങളും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സന്ദർശനത്തെ. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിൽ കാട്ടാക്കടയിൽ ഉണ്ടായത് തീർച്ചയായിട്ടും ഏറെ കടപ്പാടും നന്ദിയും ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയോടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വന്നു, ഏതാണ്ട് 1.5 മാസം മുൻപ്. വീണ്ടും വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള ആറ്റിങ്ങലിൽ വരാനും അതുവഴി ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ കാണാനും അതിനുള്ള താല്പര്യം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു എന്നുള്ളത്, അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് കേവലം മുദ്രാവാക്യമല്ല, അത് പ്രാവർത്തികമാക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ളത് കേരളത്തിനായി സമർപ്പിക്കും പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, അദ്ദേഹം ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യത്തിൽ പറഞ്ഞത് ദക്ഷിണേന്ത്യ വേഗതയാർന്ന തീവണ്ടികൾ, വന്ദേ ഭാരത് മെട്രോ, വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾ, അതോടൊപ്പം ദക്ഷിണേന്ത്യയിലും ബുള്ളറ്റ് ട്രെയിനുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം കുറച്ച് പറയുകയും ചെയ്തത്. എത്രത്തോളം ആത്മവിശ്വാസം ഈ സന്ദർശനം കൊണ്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട്? പ്രധാനമന്ത്രിയുടെ സന്ദർശനം തീർച്ചയായിട്ടും ജനങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളെ ബിജെപിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാരണമായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. ഈ മാസം തന്നെ ഒരു 7ഓളം തവണ ഇതിനകം തന്നെ വന്നു പോയിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രി കേരളത്തെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമല്ലേ? തീർച്ചയായിട്ടും കേരളം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയുടെ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും കേരളത്തിന് പുരോഗതി പ്രാപിക്കാൻ കഴിയാത്ത സാഹചര്യം, ആ സാഹചര്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അതിന് പരിഹാരം എടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പരിശ്രമിക്കാനുള്ള താല്പര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം വ്യക്തമാക്കുന്നത്. എന്തായാലും വർദ്ധിച്ച ആത്മവിശ്വാസമാണ് എൻഡിഎ സ്ഥാനാർത്ഥികൾക്കുള്ളത്, വി മുരളീധരനുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി വന്നതോടുകൂടി
കൂടി സംസ്ഥാനത്ത് കേരളത്ത് BJPക്ക് ഉറച്ച വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. വി മുരളീധരനും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ബിജു പരവൂരിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.